ഹലോ ഗൈസ്, ഞങ്ങളുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ എന്തായാലും കാണണം. അങ്ങനെ വൈകുന്നേരത്തെ ടീയും സ്നാക്സൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂളിലേക്ക് ഇറങ്ങി. വലിയ പൂളാണിത്. വന്നപ്പോൾ മുതൽ ഈ പൂളിൽ ഇറങ്ങണമെന്നും പറഞ്ഞിരിക്കണമായിരുന്നു കുട്ടികൾ. പിന്നെന്താ, കുറേ നേരം അവിടെ കളിച്ച് കുറച്ചധികം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. വലിയ ആൾക്കാർക്ക് വലിയ പൂളും കിഡ്സ് പൂളും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും വലിയ ആൾക്കാരുടെ പൂളിൽ തന്നെ ഇരുന്ന് കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നതൊക്കെ കൂടുതലും. ഇതാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിനെ ഫേസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഈ പൂളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് കിഡ്സിൻ്റെ പൂള്. ഈവനിങ്ങിന് അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ചൂണ്ടയിടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സൺസെറ്റ് കണ്ടുകൊണ്ട് നമുക്ക് ശരിക്കും പൂളിൽ എൻജോയ് ചെയ്യാമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ആയപ്പോഴേക്കും ഡിന്നർ കഴിക്കേണ്ട റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടെ ആൾക്കാരൊക്കെ ഉള്ളത് കാരണം ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അവരുടെ പ്രൈവസിയും കൂടി നോക്കണമല്ലോ. രാത്രിത്തെ കാഴ്ചയൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ വേണ്ടവർക്ക് അതിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കി കൊടുക്കും. പിന്നെ രാവിലെ ഞങ്ങൾ പക്ഷി സങ്കേതം കാണാൻ പോയി. കുമരകം പക്ഷി സങ്കേതം ഈ റിസോർട്ടിനകത്ത് തന്നെയാണ് ഉള്ളത്. ഞങ്ങളുടെ റൂമിന് തൊട്ട് ബാക്കിൽ തന്നെ ഈ പക്ഷി സങ്കേതം വരുന്നത്. 6 മണി തൊട്ടിട്ടാണ് ഇത് ഓപ്പണിങ്. ഇതിൻ്റെ പണിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. ഈ ഒരു ഫ്ലോർ എഴുതിയേക്കണത് കുറച്ചും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ബഗ്ഗി വഴി നമുക്ക് ഇതിലൂടെ പോകാൻ പറ്റും. കുറച്ചധികം നടക്കണം. തുടക്കത്തിൽ അങ്ങനെ ഒന്നും കാണാനൊന്നും കഴിയില്ല. കുറച്ചധികം ഉള്ളിലേക്ക് പോയി ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയൊരു ബ്രിഡ്ജ് ഉണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോഴായിരിക്കും പിന്നെ നമുക്കൊരു സൈറ്റ് സീയിങ് ഒക്കെ കിട്ടുന്നത്. പിന്നെ ഒരു വാച്ച് ടവർ ഒക്കെ ഉണ്ട് അവിടെ. അതുവരെ നടക്കാനുള്ള ക്ഷമ ഇല്ലാത്ത കാരണം പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. അവിടെയാണ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റ് ചെയ്യുന്ന സ്ഥലം. ഈ ഒരു ബ്രിഡ്ജ് ഇറങ്ങി വന്നിട്ട് ഈ ഒരു ഹട്ട്, അവിടെയാണ് ടീയും സ്നാക്സൊക്കെ ഇന്നലെ അവിടെ കൊടുത്തിരുന്നത്. പിന്നെ അവിടെ ജിമ്മിൻ്റെ ആ ഒരു സെക്ഷനൊക്കെ ആ ഒരു ബിൽഡിങ്ങിലാണ് ഉള്ളത്. പിന്നെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗമാണിത്. അങ്ങോട്ടേക്ക് പോയി. അവിടെ ഇതുപോലെ നല്ല ഭംഗിക്ക് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഞങ്ങൾ. ഇവിടെയും റൂംസ് കുറേ ഉണ്ട്. ഈ റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലേ, ഇത് ശരിക്കും ഈ ഒരു കായലിന് മുകളിൽ പണിതിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ബോട്ടിങ് എടുത്തായിരുന്നു. 750 ആണ് 1 hour ബോട്ടിങ്ങിന് ചാർജ്. പിന്നെ സ്പീഡ് ബോട്ട് ഉണ്ട്. സ്പീഡ് ബോട്ടിന് 1500 രൂപയാണ്. കുട്ടികളൊക്കെ ഉള്ളത് കാരണം ഞങ്ങൾ പിന്നെ സ്പീഡ് ബോട്ടിങ് പറ്റില്ലല്ലോ. അങ്ങനെ ഈ ഒരു നോർമൽ ബോട്ടിങ്ങാണ് എടുത്തത്. നല്ലൊരു ചേട്ടനായിരുന്നു ഞങ്ങളെ ബോട്ടിങ്ങിന് കൊണ്ടുപോയത്. എല്ലാ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. നല്ലൊരു ഏരിയയിലോട്ടാണ് ഞങ്ങൾ ബോട്ടിങ്ങിന് കൊണ്ടുപോയത്. ഒരുപാട് അമ്പൽപ്പാടങ്ങളും 2 സൈഡും വീടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഹൗസ് ബോട്ടുകളൊക്കെ കാണായിരുന്നു. എനിക്ക് ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു ബോട്ടിംഗ് ആയിരുന്നു. ഇസ്വാക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കണേ. ഈ ആമ്പൽക്കുളം കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഈ ഒരു ബോട്ടിങ്ങിൻ്റെ 3/4 ഭാഗത്തോളം ഇതുപോലെ ആമ്പൽക്കുളങ്ങളായിരുന്നു. ആമ്പൽക്കുളമല്ല, സത്യത്തിൽ ആമ്പലിങ്ങനെ നിറഞ്ഞു നിൽക്കണമായിരുന്നു ഈ ഒരു കായലിൽ. 2 വശങ്ങളിലായിട്ടും വീടുകളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഒരു കൗതുകമായിരുന്നു നമുക്കത് കാണുമ്പോഴത്തേക്കും. വീടുകളുടെ അവരുടെ ആ ഒരു മുൻഭാഗത്തായിട്ട് വെള്ളവും അവർ കുളിക്കുന്നതും അലക്കുന്നതും പാത്രം കഴുകണതും എല്ലാം ഈ വെള്ളം തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇരുവശങ്ങളിലായിട്ടും അലക്കിയ ഡ്രസ്സുകളൊക്കെ വിരിച്ചിട്ടിരിക്കുന്നതും കാണായിരുന്നു. പിന്നെ ഓരോ വീടുകളുടെയും ഫ്രണ്ടിലും അവർക്ക് പോകാനും വരാനായിട്ട് യാത്രാ സൗകര്യത്തിന് തോണികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ സാധാരണ 2 വീലർ ഉപയോഗിക്കുന്നത് പോലെ തന്നെ അവർക്ക് തോണികളാണുള്ളത്. പിന്നെ ഇരുവശങ്ങളിലായിട്ടുള്ള വീടുകളിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു ഭാഗത്തുള്ള വീടുകൾക്ക് അല്ലെങ്കിൽ വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക്
അവർക്ക് റോഡും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അവരുടെ വീടുകളുടെ മുൻഭാഗത്തായിട്ട് റോഡ് സൗകര്യമുണ്ട്, അതുപോലെ തന്നെ പുറകുഭാഗത്തായിട്ട് ഈ ഒരു കായൽ പരപ്പുമായിരുന്നു. അതേ സ്ഥാനത്ത് മറുഭാഗത്തുള്ള വീടുകൾക്ക് റോഡില്ലായിരുന്നു. ഇവർക്കൊക്കെ അവരുടെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് വെള്ളം തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ആ ഒരു വീട്ടുകാർക്കുണ്ട്. പക്ഷേ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നും, അവർക്കത് ബുദ്ധിമുട്ടല്ല, അവരത് യൂസ്ഡ് ആണത്. പിന്നെ ഈ വീടുകളുടെയൊക്കെ ഫ്രണ്ടിൽ വലിയ നെൽപ്പാടങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഈ ബോട്ടിങ്ങിൽ പോകുമ്പോൾ തന്നെ ആ ഒരു ഭാഗത്തു കൂടി അങ്ങനെ അത് കാണാമായിരുന്നു. പിന്നെ അവിടുത്തെ ഗവൺമെൻറ് സ്കൂള് അത് ഞങ്ങൾ കണ്ടു. അങ്ങനെ ബോട്ടിങ് ഏകദേശമൊക്കെ തീരാറായി. 1 മണിക്കൂർ ഒരു ബോട്ടിങ് യാത്രയായിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായി. വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. 10 മണിക്കായിരുന്നു ബോട്ടിങ്, 11 മണി വരെയായിരുന്നു. 11 മണിയായപ്പോഴേക്കും ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. പിന്നെ റിസോർട്ടിൽ നിന്ന് നേരെ ഒരു ഊബർ വിളിച്ച് ഇറങ്ങി. മാക്സിമം ഒരു 2 മണിക്കൂർ യാത്രയാണ് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് വീട് വരെ ഉള്ളത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. സ്റ്റാർട്ടിംഗ് ആണിത്, അതുകൊണ്ട് വ്ളോഗ് പോലും ചെയ്യാനുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല. ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ അത് തുടങ്ങും, എങ്ങനെ വ്ളോഗിൻ്റെ ഫ്രണ്ടിൽ വരും, പ്രസൻറ്റ് ചെയ്യും എന്നൊക്കെയുള്ളൊരു ചമ്മലും കുറേ ടെൻഷനൊക്കെ ഉണ്ട്. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നതും ജസ്റ്റ് വീഡിയോ എടുത്ത് പോകുന്നതും. ഇനി വരുന്ന ഇതുപോലുള്ള ട്രാവൽ വ്ളോഗൊക്കെ വ്ളോഗായിട്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിട്ട് തന്നെ എടുക്കാം. പിന്നെ എന്താണ്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.